UAE, ഒമാൻ, സൗദി അറേബ്യ തുടങ്ങി വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ ആവേശത്തോടെയാണ് UDF അനുകൂല സംഘടനാ പ്രവർത്തകർ വിധിയെഴുത്തിനെ വരവേറ്റത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നാട്ടിൽ പോയവരും വോട്ട് ചെയ്യാനായി നിലമ്പൂരിലെത്തി തിരിച്ചെത്തിയവരുമെല്ലാം സംഘത്തിലുണ്ടായിരുന്നു. KMCC, ഇൻകാസ്, OICC തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രധാന ആഘോഷം. പ്രവൃത്തി ദിവസമായതിനാൽ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം രാത്രിയോടെയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ജനദ്രോഹപരമായ ഭരണത്തിനുള്ള വിധിയെഴുത്താണ് നിലമ്പൂരിലെ ജനങ്ങൾ ഇന്ന് ശ്രീ ആര്യാടൻ ഷൗക്കത്തിലൂടെ തെളിയിച്ചിരിക്കുന്നത്. ഈ ഭരണകൂടത്തിൽ നിന്ന്, ഈ സർക്കാരിൽ നിന്ന്, CPIMന്റെ ഈ തെറ്റായ സമീപനത്തിൽ നിന്ന് ജനങ്ങൾ പുറത്തുമുട്ടി നിൽക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. 9 വർഷത്തെ പിണറായി വിജയന്റെ ദുർഭരണത്തിനേറ്റ തിരിച്ചടിയാണ് നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ ഈ മിന്നുന്ന ജയം. വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവരെ പ്രദർശിപ്പിക്കാൻ ഈ പ്രവാസ ലോകം ഒന്നായി സഹായിച്ചിട്ടും അത് കൃത്യമായി നിർവഹിക്കാത്ത പിണറായി സർക്കാരിന്റെ നടപടികൾക്കെതിരെയുള്ള അതിശക്തമായൊരു മുന്നറിയിപ്പ് കൂടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ, ദുബായ്, KMCC ഓഫീസ് തുടങ്ങിയ ഇടങ്ങളിൽ പ്രവർത്തകർ ഒത്തുകൂടി വിജയം ആഘോഷിച്ചു. മധുരം വിതരണം ചെയ്തുകൊണ്ടായിരുന്നു ആഘോഷം. പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ഗൾഫിൽ വിവിധയിടങ്ങളിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ MK മുനീർ, കോൺഗ്രസ് നേതാവ് ആന്റോ ആന്റണി MP തുടങ്ങിയവരാണ് UAEയിൽ പ്രചാരണ പരിപാടികൾക്ക് എത്തിയത്. സൗദി അറേബ്യയിൽ റിയാദിലും ജിദ്ദയിലുമായി വിവിധ പരിപാടികളും നടന്നിരുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് കരുത്താകുമെന്നാണ് പ്രവർത്തകരുടെ പക്ഷം. മാതൃഭൂമി ന്യൂസ്, ദുബായ്.